കോട്ടയം പത്തനംതിട്ട മണ്ഡലങ്ങളിൽ ബി.ജെ.പിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ രഹസ്യ ബന്ധമെന്ന് ആരോപണം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കായി ജോസഫ് വിഭാഗം കോൺഗ്രസിനെ വഞ്ചിച്ച് വോട്ട് മറിക്കും. ആന്റണിയെ തോൽപ്പിച്ച് അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കും. തിരുവല്ലയിൽ അടക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗം മത്സരിച്ചതാണ്. ജോസഫ് വിഭാഗത്തിന്റെ ഒരു പ്രാദേശിക നേതാവാണ് ഈ രഹസ്യ നീക്കത്തെപ്പറ്റി ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. പ്രത്യുപകാരമായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ബി.ഡി.ജെ.എസിനെ വഞ്ചിച്ച് ബി.ജെ.പി ജോസഫ് ഗ്രൂപ്പിന് വോട്ട് മറിക്കും. ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഭാവിയിൽ പണം കൊടുത്ത് ബി.ജെ.പി മുന്നണിയിലേക്ക് ചേർക്കാമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിക്ക് വിപ്പ് ബാധകമല്ലാത്തതും ബി.ജെ.പിയുടെ പ്രതീക്ഷയ്ക്ക് ബലമേകുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിന്റെ കോട്ടയം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമാർ സമീപകാലത്ത് ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. കാലങ്ങളായി തുടർന്നു വരുന്ന ബി.ജെ.പി ജോസഫ് ഗ്രൂപ്പ് ബന്ധമാണ് ഇരു മുന്നണികളെയും വഞ്ചിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നത്. ബി.ജെ.പി ജോസഫ് ഗ്രൂപ്പിന്റെ ഈ വോട്ട് മറിക്കൽ തന്ത്രം വിജയിച്ചാൽ അടുത്ത പാർലമെന്റിൽ ബി.ജെ.പി മുന്നണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും എംപിമാർ ഉണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലും കടുത്തുരുത്തിയിലും പരീക്ഷിച്ച് വിജയിച്ച ബി.ജെ.പി ബാന്ധവം ഇക്കുറി ലോക്സഭാ ഇലക്ഷനിലും നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി.ഡി.ജെ.എസ് ആയതുകൊണ്ടും ജയസാധ്യത ഇല്ലാത്തതുകൊണ്ടും വോട്ട് മറിച്ചു കിട്ടുന്ന പണം വാങ്ങി പോക്കറ്റിൽ ഇടുന്നതാണ് ബുദ്ധിയെന്നാണ് ഒരു പ്രാദേശിക ബി.ജെ.പി നേതാവ് ഞങ്ങളുടെ ലേഖകനോട് പ്രതികരിച്ചത്. ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുന്നത്. മുൻപ് പി.സി. തോമസ് ബി.ജെ.പി മുന്നണിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ ആളാണ്. പ്രത്യേകിച്ച് നിലനിൽപ്പില്ലാത്ത കുറെ നേതാക്കളുടെ കൂട്ടായ ജോസഫ് ഗ്രൂപ്പ് ഏതു വിധേനയും പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം വോട്ട് മറിക്കലുകൾ നടത്തുന്നത്. ഇത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എത്തുകയും കോൺഗ്രസും സി.പി.എമ്മും അടക്കമുള്ള പാർട്ടികൾ വളരെ ഗൗരവമായി കാണുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് കോട്ടയത്ത് വന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചോദിക്കുകയും യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാതിരിക്കുകയും ചെയ്തതെന്നുമാണ് പേര് വെളുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ജോസഫ് വിഭാഗം നേതാവ് ഞങ്ങളോട് പ്രതികരിച്ചത്.